ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ലോകത്തിലെ മികച്ച ചരക്ക് കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് UAE. എണ്ണ ഇതര കയറ്റുമതിയിലുണ്ടായ വർധനയാണ് ഈ നേട്ടത്തിന് കാരണം. ആഗോള വ്യാപാര രംഗത്ത് UAEക്ക് മുന്നേറ്റം. ലോകത്തെ ഏറ്റവും മികച്ച 10 ചരക്ക് കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ UAEയും ഇടം പിടിച്ചു. രാജ്യത്തിന്റെ മൊത്തം വിദേശ വ്യാപാരം റെക്കോർഡ് നേട്ടമായ 6 ട്രില്യൺ ദിർഹത്തിലെത്തി. എണ്ണ ഇതര കയറ്റുമതിയിലുണ്ടായ വൻ വർധനവാണ് നേട്ടത്തിന് പിന്നിൽ. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ UAEക്ക് സാധിച്ചു. തുറമുഖങ്ങളിലെ അത്യാധുനിക സൗകര്യങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും കയറ്റുമതി ചെലവ് കുറയ്ക്കാൻ സഹായിച്ചതായി സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പുതിയ വെയർഹൌസുകളുടെയും ലോജിസ്റ്റിക് പാർക്കുകളുടെയും നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് വിദേശ വ്യാപാര മന്ത്രി അബ്ദുല്ല ബിൻ ദൂക്ക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് വർദ്ധിക്കുന്നു. വ്യാജ കമ്പനികൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ദുബായ് പോലീസ്. കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന വ്യാജ കമ്പനികളുടെ കെണിയിൽ വീഴരുതെന്ന നിർദ്ദേശവുമായി ദുബായ് പോലീസ്. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ആകർഷകമായ ഓഫറുകൾ നൽകി പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇതിന്റെ ഭാഗമായി ബിവെയർ ഓഫ് ഫ്രോഡ് എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചു. വാഹന ആരോഗ്യ ഇൻഷുറൻസുകൾ വാഗ്ദാനം ചെയ്യുന്നവരുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കേണ്ടതാണ്. UAEയിൽ അംഗീകാരമുള്ള കമ്പനികളുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇടപാടുകൾ നടത്താവൂ എന്നും അധികൃതർ നിർദ്ദേശം നൽകി. തട്ടിപ്പുകളെക്കുറിച്ചോ സംശയാസ്പദമായ നീക്കങ്ങളെക്കുറിച്ചോ വിവരം ലഭിക്കുന്നവർ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ 901 എന്ന നമ്പറിലോ വിവരങ്ങൾ പങ്കുവയ്ക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള വിസ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി ഓസ്ട്രേലിയ. ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇത് ബാധിക്കും. ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് വിസ കാറ്റഗറിക്ക് കീഴിൽ ഇന്ത്യയെ ഏറ്റവും ഉയർന്ന റിസ്ക് വിഭാഗമായ എവിഡൻസ് ലെവൽ 3ലേക്ക് മാറ്റി. ഇതുപ്രകാരം വിസ ലഭിക്കുന്നതിനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതൽ കർശനമായ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുമ്പ് ഇന്ത്യ എവിഡൻസ് 2 വിഭാഗത്തിലായിരുന്നു. ഓസ്ട്രേലിയയിലെ വിദേശ വിദ്യാർത്ഥികൾ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ്. സാമ്പത്തിക ഭദ്രത തെളിയിക്കുന്ന രേഖകൾ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ തെളിവുകൾ ഇനി അപേക്ഷയോടൊപ്പം നൽകണം. 2026 ജനുവരി 8 മുതലാണ് പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത്. വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനും വിദ്യാഭ്യാസ പങ്കാളിത്തം നിലനിർത്തുന്നതിനും ഓസ്ട്രേലിയൻ സർക്കാരുമായി ചർച്ചകൾ തുടരുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വിസ അപേക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനും കുടിയേറ്റ നയത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നീക്കമെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.